ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി പഞ്ചമി വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും ഇവിടെ കുഴപ്പമില്ലാതെ തിരക്കില്ലാതെ പോകണം കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇൻഷാള്ള എല്ലാതും എത്രയും പെട്ടെന്ന് ഓക്കെ ആവട്ടെ, എല്ലാവരും സേഫായിരിക്കാൻ നോക്കാം. ഇത് നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീക്കെൻഡ് നമ്മളൊന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രതീക്ഷിക്കാണ്ട് പോയതാണ്. ചുമ്മാ വീട്ടിൽ വൈകിട്ട് ഒരു ഈവനിങ് ഇരിക്കുന്ന സമയത്ത് ചേട്ടൻ പറഞ്ഞു നമുക്കൊന്ന് ചെറിയൊരു ഡ്രൈവിന് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും മമ്മിയും ഉണ്ണികളും എല്ലാവരും കൂടി വേഗം റെഡിയായി. അങ്ങനെ നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാകുന്നില്ല, വെറുതെ എവിടേക്കോ എന്നല്ലാണ്ട് ചുമ്മാ നമ്മളൊന്ന് കറങ്ങാൻ പോയതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് വന്നിട്ട് ഷാർജ നമ്മൾ ശരിക്കും കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ പോയപ്പോഴാണ് എൻ്റെ ദൈവമേ, ഷാർജ എന്ത് ഭംഗിയാണ് കാണാൻ. നമ്മൾ പോയ റോഡുകളൊക്കെ കാണാണ്ടല്ലോ, നല്ല അടിപൊളിയായിരുന്നു. അത് ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ആകാശം കാണാനും പിന്നെ നല്ല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ പോണ വഴിക്ക് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പതുക്കെ ഷാർജനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയോ എന്നൊരു ഡൗട്ട് കേട്ടോ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ഈവനിങ് ഡ്രൈവ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബീച്ച് നമ്മൾ കണ്ടേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ബീച്ചിലേക്ക് പോവാം എന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു നല്ല ഭംഗിയില്ലേ കാണാൻ, നിങ്ങൾ തന്നെ നോക്കി നോക്കൂ. അത് നമ്മൾ പറഞ്ഞ് അൽഖാൻ ബീച്ചിലേക്ക് എത്തിയിട്ടോ. ബീച്ച് എന്ന് കേട്ടാൽ പിന്നെ കുഞ്ഞാറ്റയ്ക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. അവർ ഓടിച്ചാടി കളിക്കാനൊക്കെ കുറേ സ്ഥലമുണ്ട്. അതുമാത്രമല്ല, കുഞ്ഞിപ്പാറിന് ഒരു പുതിയ സൈക്കിളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിപ്പാറിന് മാത്രമല്ല കേട്ടോ, കുഞ്ഞിപ്പാറിനും കുഞ്ഞാറ്റയ്ക്കും ഷെയർ ചെയ്തിട്ട് ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സൈക്കിൾ കൂടെ ഓടിക്കാൻ നിൽക്കുന്ന ഒരു പ്ലാനിൽ നമ്മളിങ്ങോട്ട് വന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈവനിങ് ടൈം അടിപൊളിയാണ് ബീച്ചിലേക്ക് പോകാൻ. നമ്മൾ ആദ്യം വിചാരിച്ചത് ഇവിടേക്കുള്ള എൻട്രി ഫ്രീ ആയിരിക്കുന്നതാണ് കേട്ടോ. പക്ഷേ 7 years ബിലോ മാത്രമാണ് ഫ്രീ. നമുക്കെല്ലാവർക്കും അത് എൻട്രി ടിക്കറ്റ് എടുക്കേണ്ട വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ബീച്ചിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ചേട്ടൻ പറയാം, അങ്ങനെ ഞാൻ സൈക്കിൾ എടുത്ത് കൊണ്ടുവരാം, അപ്പോൾ ഉണ്ണികൾക്കൊന്നൊരു റൗണ്ട് അടിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് സൈക്കിൾ എടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുപ്പാറും ചേട്ടനും പോയിട്ടോ. പക്ഷെ അവർ സൈക്കിൾ കയറ്റിയില്ല. അവർ പറഞ്ഞു സൈക്കിളിന് ഇനിയിപ്പോൾ എക്സ്ട്രാ പൈസ എന്താണ്ട് കൊടുക്കേണ്ട വരും, ബീച്ചിലേക്ക് അലൗഡഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ സൈക്കിൾ ഇടുക്കിൽ എന്നെ കൊണ്ടുവച്ചു. അപ്പോൾ ആ ഒരു വിഷമം കുഞ്ഞിപ്പാറിൻ്റെ മുഖത്തുണ്ട് കേട്ടോ, സൈക്കിൾ എടുക്കാൻ പറ്റാത്തത്. പിന്നെ ബീച്ച് കണ്ടപ്പോൾ അവർക്ക് ഓടിച്ചാടി കളിക്കാനുള്ള സ്ഥലക്കും കണ്ടപ്പോൾ പിന്നെ ആ വിഷമം പതിയെ മറന്നു കേട്ടോ. കുഞ്ഞാറ്റ ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. ഇതേ ചേട്ടൻ അവിടെ നിന്ന് നടന്ന് വരുന്നുണ്ട്. ഫ്രീ എൻട്രി അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ബീച്ച് ഇത്തിരി ശാന്തമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളും പിന്നെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവില്ല. പിന്നെ ഈ ബീച്ചിനോട് ചേർന്ന് തന്നെ കുറേ റിസോർട്ടും ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് വന്ന ആൾക്കാർ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. ഇവിടെ ഇതിൻ്റെ ബീച്ചിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കാറ് കയറ്റിയിടാം. പക്ഷെ അതിന് റൈഡ് പോണതിന് എത്രയോ വേറെ എക്സ്ട്രാ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പുറത്താണ് കാർ അതുകൊണ്ട് പാർക്ക് ചെയ്തത്. അങ്ങനെ കുഞ്ഞുപാറും കുഞ്ഞാറ്റയും ഓടിക്കളിക്കുകയാണ് കേട്ടോ കടൽ തീരത്ത്. ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പേടിയായിരുന്നു കേട്ടോ, ഉണ്ണികൾ അങ്ങോട്ട് ഓടിപ്പോണുണ്ട്. ഞാൻ വെയിറ്റ് അവിടെ നിൽക്കുക, കൈ പിടിച്ചിട്ട് പോവാമെന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട്. അപ്പോൾ അവരത് ഈ അടുത്തേക്ക് തിരമാല വന്നു. പിന്നെ ഞങ്ങളെല്ലാവരും നടന്നു. പിന്നെ ചേട്ടൻ ഷൂ അയക്കണം എന്നുള്ള മടി കൊണ്ട് ചേട്ടൻ അധികം വന്നില്ല. അതിനെ കാറിൽ കയറണമല്ലോ, നനഞ്ഞ കാറുകൊണ്ട് കയറണ്ടേ എനിക്ക്. ചേട്ടൻ വന്നില്ല. ഞാൻ അമ്മയും ഉണ്ണികളും കടലിൽ പോയി കുറച്ച് നേരം ഉണ്ണികൾ തിരമാലകളുടെ അടുത്ത് കുറച്ച് നേരം കളിച്ച് കാലിലും കയ്യിലേക്കും വെള്ളമൊക്കെ ആക്കി മണലേക്ക് എടുത്ത് വാരി അങ്ങനെയൊക്കെ കുറേ നേരം അവിടെ കളിച്ചു കേട്ടോ. കടലിലത്തെ വെള്ളമൊക്കെ ഉണ്ടല്ലോ, ഒരു പച്ച കളറായിരുന്നു കേട്ടോ. അത് നല്ല ക്ലിയർ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഉണ്ണികൾക്ക് അവിടെ നിന്ന് പോരാനേ തോന്നില്ലേ, കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കൈ വിടാൻ വേണ്ടി റെഡി ആയിരിക്കും. ഞങ്ങൾ ഒറ്റയ്ക്ക് പൊക്കളാന്നൊക്കെ പറഞ്ഞിട്ടാണ് കുഞ്ഞിപ്പാറും കുഞ്ഞാറ്റി നിന്നത്. ഞാൻ കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരിങ്ങനെ ഓടിപ്പോവും. അതേപോലെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇനി ആ അറ്റം വരെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, ഊഞ്ഞാലും കാര്യങ്ങളുണ്ട്. നമുക്ക് അങ്ങനെ കുറച്ച് ദൂരം നടക്കുകയും ചെയ്യാം. നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് അധികം ദൂരേക്കൊന്നും പോയില്ല കേട്ടോ. അവിടെ അടുത്ത് തന്നെ കുറച്ച് നേരം ഉണ്ണികൾ കടൽ തീരത്തേക്ക് ഒന്ന് കുറച്ച് നേരം കളിച്ച്. പിന്നെ ഒന്നാമത് കുഞ്ഞിപ്പാറിനും കുഞ്ഞാറ്റയ്ക്കും ബീച്ചിൻ്റെ ആ ഒരു തണുത്ത കാറ്റുണ്ടല്ലോ, അതടിക്കുമ്പോൾ നാട്ടിലുള്ള സമയത്ത് കേട്ടോ, ഇവിടെയല്ല, നാട്ടിലുള്ള സമയത്ത് ബീച്ചിൻ്റെ ആ ഒരു തണുത്ത കാറ്റടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ വല്ല ജലദോഷ പനി എന്തെങ്കിലും വരാറുണ്ട്. അപ്പോൾ ആ ഒരു പേടിയും കൂടി ഉണ്ട്. സോ നമ്മൾ അധികം നേരം അങ്ങനെ അധികം ദൂരത്തേക്കൊന്നും പോയില്ല. കുറച്ച് നേരം അവിടെ എല്ലാവരും കൂടെ കളിച്ചു. പിന്നെ നമ്മൾ നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തു. ബീച്ചിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. കുഞ്ഞിപ്പാറും കുഞ്ഞാറ്റയും കടൽ തീരത്ത് ആ മണലൊക്കെ എടുത്ത് കുഴച്ച്, അവർക്ക് ഭയങ്കര ഫ്രീഡം കിട്ടിയ പോലെ. അപ്പോൾ ആ മണലുകൊണ്ട് കുഴച്ച് ഓരോന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ശരി വായോ പോവാന്നൊക്കെ പറഞ്ഞിങ്ങോട്ട് വരുന്ന സമയത്ത് വീണ്ടും കൈ കഴുകണം, കാല് കഴുകണം, മണലായിരിക്കും ഓരോരോ റീസൺ പറഞ്ഞ് അവർക്ക് വെള്ളത്തിൽ ചവിട്ടാൻ വേണ്ടിയിട്ട്
അവർ വീണ്ടും വീണ്ടും കൈ കഴുകാനും കാല് കഴുകാനൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സൂര്യാസ്തമയൊക്കെയും കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ആ ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്